ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല, ക്ലീനപ്പോ അങ്ങനെ തുടങ്ങിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരൊറ്റ ഫേസ് പാക്ക് മാത്രമാണ് യൂസ് ചെയ്തത്. റിസൾട്ട് കണ്ടോ? സ്കിൻ ബ്രൈറ്റ് ആവാനും ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ ആകാനും സൺ ടാനും ഡെഡ് സെൽസും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് സ്കിന്നിനൊരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. ഒപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കിന്നിൽ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല, ഒരുപാട് സമയമില്ല എന്നാണെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. സിമ്പിളാണ്, വളരെയധികം എഫക്റ്റീവാണ്. ആദ്യം തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അരിപ്പൊടി എടുക്കുക. ഇത് വളരെ നൈസായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത്. പത്തിരിയുടെയൊക്കെ വളരെ നേർത്ത പൊടി ഉണ്ടല്ലോ, അത് വേണം എടുക്കാനായിട്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഏറ്റവും ജെൻറ്റിലാക്കി ഇതിനെ മാറ്റണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 1-1.5 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടിപ്പോയെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റിയതാണ്. അരിപ്പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഫെയർനെസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി നല്ല ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ്സും ബ്രൈറ്റ്നെസ്സും എല്ലാം സ്കിന്നിന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അരിപ്പൊടി. സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ആൻറ്റി ഏജിങ്ങിന് വരെ ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്, കാപ്പിപ്പൊടി. ഇത് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കംപ്ലീറ്റ്ലി അലിഞ്ഞ് വെള്ളം പോലെ ആയിക്കോളും. മറ്റേതാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുന്ന കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിൽ നമുക്കിങ്ങനെ തരി അങ്ങനെ കിടക്കും. ഫിൽറ്റർ കോഫിയുടെ ഒന്നും എടുക്കരുത്, അത് ഭയങ്കര കട്ടി കൂടുതലാണ്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരത്തില്ല, പിന്നെ നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കാനും കാര്യമാവും. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് ബ്രാൻഡ് വേണോ യൂസ് ആക്കാം. വെള്ളത്തിലിട്ട ഉടനെ അലിഞ്ഞങ്ങ് പോകണം, അങ്ങനത്തെ കോഫി പൗഡറാണ് യൂസ് ആക്കേണ്ടത്. സ്റ്റിൽ നമ്മൾക്ക് കോഫി പൗഡർ സെറ്റാവില്ല, അരിപ്പൊടി സെറ്റാവില്ല, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെറ്റാവില്ലെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് വേറൊരു ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് സെറ്റ് ആവുന്നത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. ഇത് മിക്സ് ആക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ്. നിങ്ങൾക്ക് അലോവേര ജെൽ എടുക്കാം, പൊട്ടറ്റോ ജ്യൂസ് എടുക്കാം. സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും ഒക്കെ നല്ലതാണ്. പാല് നമുക്ക് നന്നായിട്ട് നറിഷ്മെൻറ്റ് തരും, ഡെഡ് സെൽസ് റിമൂവ് ചെയ്യും. ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പാല് അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ആക്കും. അപ്പം തന്നെ ഒരു യങ് ഗ്ലോ നമ്മുടെ സ്കിന്നിൽ വരും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, ഒരുപാട് മുഖക്കുരു വരുന്നവരാണെങ്കിൽ നിങ്ങളിത് യൂസ് ആക്കരുത്. പാലിന് പകരമായിട്ട് തക്കാളിയുടെ നീര് യൂസ് ആക്കുക. കൊച്ചു കുട്ടികൾ എന്ന് ഞാൻ പറയുന്നത് ഒരു 15 വയസ്സിന് മുകളിലുള്ളവരാണ് കേട്ടോ. അതിന് താഴെയുള്ള ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിനെ പറ്റി എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ് ആക്കുന്നത് ഓക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഓവറോൾ നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാനും സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ, പാടുകൾ ഇതൊക്കെ റിമൂവ് ചെയ്യാനും ഏതെങ്കിലും ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യേണ്ട. ഈ ഒരു ഫേസ് പാക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും, നല്ല അടിപൊളി റിസൾട്ടും കിട്ടും. അത്രമാത്രം സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് കോഫി പൗഡർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അരിപ്പൊടിയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഐറ്റവും ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം നമ്മൾ പാല് ചേർത്ത് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകരുത്. ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മേ ബി നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടരുത്, അതിനുള്ള ചാൻസ് ഉണ്ട്. അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ പാല് അല്ലെങ്കിൽ തൈര് യൂസ് ആക്കുന്നത്. പിന്നെ ഇത് ഒട്ടും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസോ തക്കാളിയുടെ നീരോ നിങ്ങൾക്ക് യൂസ് ആക്കാം. പക്ഷേ ഇത് യൂസ് ചെയ്ത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉറപ്പായും നല്ല തിക്കായിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടാതിരിക്കാനാണ്. ഓയിലി സ്കിൻകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് മാത്രം യൂസ് ആക്കുക. ഇപ്പം ഞാൻ ഈ ഫേസ് പാക്ക് വീണ്ടും കലക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരിപ്പൊടി ഒന്ന് കുതിർന്ന് വരണം, എന്നാൽ മാത്രമേ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ ആകുകയുള്ളൂ. ഒരു ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആകും. ഒരു 10 മിനിറ്റൊക്കെ വെച്ചിരിക്കുക. ഇത് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുക. പാലിൻ്റെ അളവ് ഒരല്പം കൂടിയിരുന്നാലും കുഴപ്പമില്ല, ഒരല്പം മാത്രം കേട്ടോ, കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്ത് മിക്സ് ആക്കിയാൽ മതി. ഓൾറെഡി നമ്മൾ പാല് ചേർത്തുല്ലോ, അതുകൊണ്ട് ബാക്കി
മിക്സാക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് കട്ടിയായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യരുത്. ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിനാക്കി എടുത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ നെറ്റിയുടെ അവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ, അതായത് കറുത്തൊരു പിഗ്മെൻറ്റേഷൻ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്കൊരു ഡാർക്ക് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടല്ലോ, നമുക്ക് ഓരോരോ സ്ഥലത്ത് ഓരോരോ നിറമായിരിക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുമെങ്കിലും ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, അതിനുശേഷം അതിന് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കുക. എന്നാൽ മാത്രമേ അത് എന്നേക്കുമായിട്ട് നമുക്ക് ഇല്ലാണ്ടാവുള്ളൂ. ചുണ്ടിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുന്നത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക, ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതും കൂടെ അതിൻ്റെയോടൊപ്പം ചെയ്തു പോവുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് മാത്രം പുറമേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബോഡി ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല. നല്ലതുപോലെ വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഒട്ടും മടി വിചാരിക്കരുത്. പിന്നെ വെയിൽ കൊള്ളുന്നത് മാക്സിമം കുറയ്ക്കുക. ഏതെങ്കിലും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ കുറേ കാലം വരെ യൂസ് ചെയ്യുക. എപ്പോഴും ഓരോ പ്രോഡക്റ്റ് മാറ്റി യൂസ് ആക്കുന്നത് ചിലർക്ക് സെറ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുരു വരുമ്പോഴേക്കും അത് പോയിട്ട് പാടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകാനായിട്ട് കുറേ അധികം സമയമെടുക്കും. ഒരിക്കലും പോവില്ല എന്നല്ല, പോകും, പക്ഷെ കുറേ അധികം സമയമെടുക്കും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വളരെ കുറച്ച് മാത്രം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഹോം റെമഡീസ് ആയാൽ പോലും ഏതാണോ സെറ്റ് ആവുന്നത് അത് തന്നെ യൂസ് ആക്കുക. 2, 3, 4 ഹോം റെമഡീസ് എല്ലാം എല്ലാവർക്കും സെറ്റ് ആവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആകുന്ന കുറച്ചധികം പ്രോഡക്ട്സ് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റി യൂസ് ആക്കാം. പക്ഷെ നിങ്ങൾക്ക് ഓക്കെ അല്ലാത്ത ഒന്നും നിങ്ങൾ യൂസ് ആക്കരുത്. അത് യൂസ് ആക്കുന്നത് കൊണ്ട് വലിയൊരു സംഭവമൊന്നും നമ്മുടെ മുഖത്ത് സംഭവിക്കില്ല. പക്ഷെ ചെറിയ കുരുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. എനിക്കിതുവരെ അങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. അത്രയും മൈൽഡായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ കുരുക്കൾ വന്ന് പോയിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ടാവാം, വെളുത്ത പാടുകൾ പോലെ ഉണ്ടാവാം. അല്ലെങ്കിൽ വെള്ളപ്പാടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡ്രൈ സ്കിൻ കാരണം തൊലി പൊളിഞ്ഞിളകുമല്ലോ നമുക്ക്, അതാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ മുഖക്കുരു വരാം. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഹീലാവുമ്പോൾ നമുക്ക് കറുത്ത പാടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് പരീക്ഷണത്തിന് നിൽക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ സെറ്റ് ആവുന്നത് അത് നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് യൂസ് ആക്കുക. ഇപ്പം ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് എത്ര ബ്യൂട്ടിഫുൾ റിസൾട്ട് കിട്ടിയെന്ന് അറിയാമോ? നല്ല അടിപൊളിയായിട്ട് സ്കിൻ ഗ്ലോ ആകുന്നുണ്ട്. പിന്നെ ഇതൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം ഉറപ്പായും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി തൈര് യൂസ് ആക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തൈരും യൂസ് ചെയ്ത് ഇത് തന്നെ സെയിം ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, അടിപൊളി റിസൾട്ട് കിട്ടും. എന്നിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിന്നിനകത്തോട്ട്. അത് നന്നായിട്ട് ഇൻസേർട്ട് ആവട്ടെ. ജസ്റ്റ് നമുക്ക് റോസ് വാട്ടർ കടയിൽ നിന്ന് വാങ്ങുന്നത് യൂസ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൂക്കൾ മേടിച്ചിട്ടോ, പൂക്കൾ വീട്ടിൽ കിട്ടുന്നവരാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്കിന്ന് സെറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമുക്ക് പറ്റിയത്, നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ളത് യൂസ് ആക്കുക. അത്രയും മതി. സ്കിൻ ഗ്ലോ ആകാനും ബ്രൈറ്റ് ആവാനും അടിപൊളിയാണ്. ഇനി പാർട്ടി ഫംഗ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ് ആക്കാം. സൺ ടാൻ ആണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ് എങ്കിൽ നിങ്ങൾ പാലിന് പകരം തൈര് യൂസ് ആക്കുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായും പാല് തന്നെ യൂസ് ആക്കാം, തൈരും യൂസ് ആക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആവുന്ന എല്ലാവരും തന്നെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി അടുത്തതായിട്ട് എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്കിൻ കെയർ, ബോഡി കെയർ, ബ്യൂട്ടി ടിപ്പ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ, ടാറ്റാ.